FM ഹെൽത്ത് ലൈൻ. ഇന്ന് ഈ പരിപാടിയിൽ ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്ത് മോഹനുമായി അഭിമുഖം. ക്ഷയരോഗം അല്ലെങ്കിൽ TB എന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ആൾക്കാർക്ക് ധാരണയും തെറ്റിദ്ധാരണയും എല്ലാം ഉണ്ട്. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ മാറില്ല എന്നുള്ളതാണ്. പിന്നെ പണ്ടൊക്കെ TB വന്നു കഴിഞ്ഞാൽ അയാളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അതൊക്കെ മാറി. നമുക്ക് ഇന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു സമീപനം ഈ രോഗത്തോടുണ്ട്. ജനങ്ങൾക്ക് കുറേയൊക്കെ ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് എങ്ങനെയൊക്കെയാണ് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കുറെ വിവരങ്ങൾ പങ്കുവയ്ക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ രോഗാവസ്ഥ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ TB ആണെന്ന് പോലും അറിയാതെ തന്നെ ചിലർ രോഗം വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് എന്താണ് ക്ഷയരോഗം, ആ ക്ഷയരോഗത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കാം. ക്ഷയരോഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണല്ലോ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ഇതിന്റെ കാരണം. നമ്മൾ മറ്റ് അസുഖങ്ങളെ വെച്ച് നോക്കിയാൽ ഏറ്റവും പ്രാചീനമായ ഒരു അസുഖമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചില മമ്മികളുടെ ഒരു അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും ഈ ബാക്ടീരിയ നമുക്ക് മാറ്റി വേർതിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇത്രയും കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു രോഗമാണ് ഈ കാലക്രമേണ അത് ശക്തിയാർജിച്ച് വരുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ വളരെ ശക്തനായ ഒരു എതിരാളിയോടാണ് നമ്മൾ ഈ കുറച്ച് കാലങ്ങളായി പൊരുതുന്നത്. ക്ഷയരോഗം പല രീതിയിൽ നമുക്കതിനെ വേർതിരിക്കാം. ഇത് എവിടെ അസുഖം വരുന്നു എന്ന് വെച്ച് നോക്കിയാൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്ഷയരോഗങ്ങളും മറ്റ് അവയവങ്ങളിലുണ്ടാകുന്ന ക്ഷയരോഗവും അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. മറ്റ് അവയവം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ നഖവും മുടിയൊക്കെ ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളിലും ക്ഷയരോഗം വരാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. മറ്റൊരു രീതിയിൽ വേർതിരിച്ചാൽ നമുക്ക് ക്ഷയരോഗം മരുന്നുകളോടുള്ള പ്രതിരോധം എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഡ്രഗ് സെൻസിറ്റീവ് TB, അതായത് നമ്മൾക്ക് മരുന്ന് പ്രതികരിക്കുന്ന TBയും പ്രാഥമിക അല്ല ഒന്നാംതര മരുന്നുകളോട് പ്രതികരിക്കാത്ത ഡ്രഗ് റെസിസ്റ്റന്റ് TB അങ്ങനെയുള്ള ഒരു വേർതിരിവുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ഷയരോഗത്തിനെ പൊതുവെ വേർതിരിച്ച് കാണുന്നത്. ക്ഷയരോഗത്തിന്റെ ഒരു രോഗലക്ഷണങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി, ചുമ, പിന്നെ അകാരണമായി നമ്മുടെ ശരീരഭാരം കുറയുക, രാത്രി കാലങ്ങളിൽ ഒരു വേർപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക, വിശപ്പില്ലായ്മ, ഇങ്ങനെയുള്ള ശ്വാസകോശ സംബന്ധമായ കുറച്ച് രോഗലക്ഷണങ്ങളും ശ്വാസകോശത്തെ അല്ല ബാധിക്കുന്നതെങ്കിൽ ആ ഏത് അവയവമാണോ ആ അവയവത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങളും വരാം. ഉദാഹരണത്തിന് ലിംഫിനോട് ക്ഷയം, കഴലുകളുണ്ടാകുന്ന ക്ഷയമാണെങ്കിൽ കഴലുകളിലെ വീക്കം വരാം, നട്ടലിലെ ക്ഷയമാണെങ്കിൽ നടുവേദനയായിട്ട് വരാം, വയറിലുണ്ടാകുന്ന ക്ഷയമാണെങ്കിൽ വയറുവേദനയായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഏത് അവയവത്തിൽ ബാധിക്കുന്ന ഒരു രോഗം ആയതുകൊണ്ട് പല രീതിയിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പരിശോധിക്കാന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ 2 പരിശോധനാ രീതിയാണ് ഇതിന്റെ ചികിത്സാ രീതിയിൽ പറയുന്നത്. സെൻട്രൽ TB ഡിവിഷൻ ഇറക്കിയിരിക്കുന്ന പുതിയ അൽഗോരിതത്തിൽ ഒരു ചികിത്സാ മാനദണ്ഡത്തിൽ 2 രീതിയിലാണ് ഇതിന്റെ പരിശോധനകളുള്ളത്. ഒന്ന് നമ്മുടെ കഫ പരിശോധനയാണ്, 2 നെഞ്ചിന്റെ എക്സ്റേ ആണ്. ഈ 2 ചികിത്സാ പരിശോധന രീതികളും ഇപ്പോൾ പ്രാധാന്യമേറി വരികയാണ്. കഫ പരിശോധനയിൽ തന്നെ 2 തരത്തിലുള്ള കഫ പരിശോധനയുണ്ട്. ഈ കഫം നമ്മൾ എടുത്തിട്ട് അത് ഒരു സ്ലൈഡിൽ എടുത്ത് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിനകത്തൂടെ നോക്കിയിട്ട് നേരിൽ കണ്ണുകൊണ്ട് രോഗാണു ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്നുകൊണ്ട് പോകുന്ന രീതി. അത് ഈ മൈക്രോസ്കോപ്പി ടെസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മോളിക്കുലാർ ടെസ്റ്റുകളുണ്ട്. ഈ രോഗാണുവിന്റെ ജനിതക ഘടനകൾ DNA ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നുള്ള NAT ടെസ്റ്റുകൾ, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന NAT ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള മോളിക്കുലാർ ടെസ്റ്റുകളുണ്ട്, ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന പരിശോധനകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടും സർക്കാരും നമ്മുടെ ആരോഗ്യവകുപ്പും മറ്റ് ലോകാരോഗ്യ സംഘടന എല്ലാം ഊന്നൽ കൊടുക്കുന്നത് ഈ മോളിക്കുലാർ അല്ലെങ്കിൽ NAT ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യാനുള്ളതാണ്. തന്മാത്രാ പഠനമാണ് കൂടുതൽ. അതെ. അപ്പോൾ ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ തന്മാത്രാ പഠനം ചെയ്യുന്ന വഴി, NAT പരിശോധന ചെയ്യുന്ന വഴിയിൽ ഈ ഇതിനകത്ത് രോഗാണു ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ രോഗാണുവിനോട് ഈ നമുക്ക് ഒന്നാം നിര ചില മരുന്നുകളോടുള്ള പ്രതിരോധ ശേഷിയും കൂടി അറിയാൻ പറ്റും. അതായത് ഏത് തരം രോഗാണുവാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് വേർതിരിച്ച് അറിയാനുള്ളൊരു സാധ്യത കൂടെ വന്നിരിക്കുകയാണ്. അതെ. ഈ രോഗപ്രതിരോധ ശേഷി, ഈ മരുന്നോടുള്ള പ്രതിരോധ ശേഷിയുള്ള രോഗാണു ആണോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഇതിനെ വെച്ചിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കാലക്രമേണ നേരത്തെ
നേരത്തെ അറിയുന്നത് കൊണ്ട് ഈ ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്നുള്ള ഒരു പ്രശ്നം അത്രയും നമ്മൾ നേരത്തെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുതിയ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് അവലംബിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എക്സ്റേ പരിശോധനയും കൂടെ ഇപ്പോഴത്തെ ചികിത്സാ രീതിയിൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തി വന്നിട്ടുണ്ട്. ഇത് ശ്വാസകോശ ക്ഷയരോഗത്തിന്റെ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മറ്റ് അവയവങ്ങളിൽ ഉള്ള ക്ഷയരോഗത്തിന് ആ അവയവങ്ങളുടേതായിട്ടുള്ള പരിശോധനകൾ, ഉദാഹരണത്തിന് അതെ, അപ്പൊ കരളുകളിൽ നിന്ന് കുത്തിയെടുത്തിട്ടുള്ള പരിശോധന FNAC എന്നുള്ള പരിശോധന വരും. പിന്നെ CT MRI പോലുള്ള പരിശോധനകൾ നടത്താം. അതെ അതെ, ഇതൊന്നും ഇല്ലാതെ ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് തോന്നുകയാണ് ഇത് ക്ഷയരോഗമാണ് എന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ ഒരു നിർവചനത്തിന് വിട്ടിട്ട് ഇത് ക്ഷയരോഗം എന്ന രീതിയിൽ ഒരു ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് TB എന്ന രീതിയിലും നമുക്ക് ഇതിനെ കണ്ടെത്താവുന്നതാണ്. ആ രീതിയിലുള്ള ഒരു പരിശോധന ഇതിന്റെ കൂടെ നടത്താം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ TBയുടെ തോത് എങ്ങനെയാണ്? അത് ഏത് തരം ആൾക്കാരിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്? ഇപ്പൊ നമ്മുടെ കണക്കുകൾ പരിശോധിച്ചാൽ 2024 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒരു 82-85 ലക്ഷത്തോളം ആൾക്കാർ ലോകമെമ്പാടും TB ബാധിതരായിട്ടുണ്ട്. ഇതിന്റെ ഒരു 4/1 ഇന്ത്യയിലുള്ളതാണ് ഒരു ഇതിനകത്തുള്ള ഒരു ഭീതികരമായ വസ്തുത. അതായത് 20 ലക്ഷത്തിലേറെ ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇപ്പൊ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള ഒരു രാജ്യം. മറ്റൊരു ഭീതിപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു രോഗാണു കാരണം ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്ന രോഗം, ഒറ്റ രോഗാണു ഉണ്ടാക്കുന്ന രോഗം എന്ന് ഉദ്ദേശിക്കുന്നത്, അത് നേരത്തെ കോവിഡായിരുന്നു. ഇപ്പോൾ കോവിഡ് മാറിയ ഒരു വേളയിൽ കോവിഡിന് മുമ്പും ക്ഷയരോഗമാണ്, ഇപ്പോൾ കോവിഡ് മാറിയപ്പോൾ കോവിഡിന് ശേഷവും ക്ഷയരോഗമാണ് ആ ഒരു വില്ലൻ. അപ്പം അങ്ങനെയുള്ള ഒരു ഭീകര ഒരു സത്യം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ക്ഷയരോഗത്തിന് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് 2023 21,000-21,000 ക്ഷയരോഗ ബാധിതരാണ് കണ്ടെത്തിയത്. 2024 വരുമ്പോൾ ഒരു 500ഓളം കേസുകൾ കുറവുണ്ട്. അപ്പോൾ നമ്മളൊരു 2015 ആണ് നമ്മുടെ ഒരു മാനദണ്ഡ വർഷമായിട്ട് കണക്കാക്കുന്നത്. അത് വെച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് കേസുകളിൽ ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ എത്താൻ ബാക്കിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കണക്കിന്റെ സാധ്യതയുള്ള പ്രശ്നം. എങ്ങനെയാണ് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? രോഗികളെ കണ്ടെത്തണം, അവർക്ക് ചികിത്സ കൊടുക്കണം, ചികിത്സ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ക്ഷയരോഗ നിവാരണത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ഒരുപാട് പദ്ധതികൾ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ NTEP അല്ലെങ്കിൽ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി എന്ന് പറയുന്നത്, അതെ അതെ, അതിനു മുമ്പ് NTP നാഷണൽ ട്യൂബർക്ലോസിസ് പ്രോഗ്രാം, അതിനുശേഷം RNDCP ആയി, ഇപ്പൊ അത് NTEP എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പദ്ധതി പ്രകാരം 2030 എന്ന സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് 2030ഓടെ ക്ഷയരോഗത്തിന്റെ ഒരു നിവാരണം അതിലേക്ക് പോവാന്നുള്ളതാണ്. ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ 2030 പറഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യയും കേരളവും അത് 2025ഓടെ കൈവരിക്കുന്നുള്ള രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ ഇനിയും കുറച്ചുകൂടി എത്താനുണ്ട്. രോഗികളൊക്കെ കണ്ടെത്താനുള്ള പരിശോധനകളും ഇതൊക്കെ എങ്ങനെയാണ്, ബോധവൽക്കരണമൊക്കെ നടത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ നമ്മുടെ NTEP എന്നുള്ള പദ്ധതിയുടെ കീഴിൽ തന്നെ എല്ലാ ജില്ലയിലും ഓരോ ജില്ലാ TB സെന്റർ ഉണ്ട്. ആ ജില്ലാ TB സെന്ററിന്റെ കീഴിൽ ക്ഷയരോഗ യൂണിറ്റുകളുണ്ട്, ട്യൂബർക്ലോസിസ് യൂണിറ്റ് എന്ന് പറയും. ഈ യൂണിറ്റുകളിന്റെ കീഴിൽ ക്ഷയരോഗത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവനക്കാരുണ്ട്. ഈ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസേഴ്സും ലാബ് ടെക്നീഷ്യൻസും അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഈ പദ്ധതിയുടെ കീഴിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ആക്ഷൻ പ്ലാൻ പ്രകാരം ഒരു ജില്ലയിലെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ എത്രമാത്രം രോഗികളെ ടെസ്റ്റ് ചെയ്യണം, ഇവരെ കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇവരെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയാൽ അവരെ എങ്ങനെയാണ് ചികിത്സയിലേക്ക് ബന്ധിപ്പിക്കുക, ചികിത്സാ മരുന്നുകൾ എവിടെയൊക്കെ ലഭ്യമാക്കണം, അത് സൗജന്യമായിട്ട് കൊടുക്കുന്നുള്ളതെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ഇവരുടെ വീടുകളിൽ പോയി കാണുന്നുണ്ടോ, ഇവരുടെ മറ്റ് അസുഖങ്ങളൊക്കെ നോക്കുന്നുണ്ടോ, ദിവസേന കഴിക്കുന്ന മരുന്നുകളിൽ ഒരു കൃത്യമായ ഫോളോ അപ്പ് നടത്തുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ വകുപ്പിലും ഉണ്ട്. ആ രീതിയിൽ ഈ ആൾക്കാർ മാത്രമല്ല മറ്റ് ജനറൽ ഹെൽത്ത് സ്റ്റാഫ്, നമ്മുടെ ഫീൽഡ് വിഭാഗം മെഡിക്കൽ ഓഫീസർമാരും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ടീം വർക്കായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പദ്ധതി ജില്ലയിലും നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ഈ മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിട്ടാണ് നേരത്തെ തന്നെ എടുത്തിരുന്നത്. അതിന് ഇപ്പോൾ അവരെ സുഹൃത്തുക്കളെ ഉപയോഗിക്കുക,
ബന്ധുക്കളോ ഉപയോഗിക്കുക. അതായത് ഒരു ക്ഷയരോഗിയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണമെങ്കിലും അതിൽ അവരെ സഹായിക്കുന്നവരായിട്ട് പ്രവർത്തിക്കാനും സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും ചെയ്യാം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഡോട്ട്സ് എന്നുള്ളൊരു സംവിധാനമാണ്, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതി തന്നെയാണോ ഇപ്പോഴും പാലിക്കുന്നത്? എങ്ങനെയാണ്? അതായത് രോഗിയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നേരിട്ട് അയാൾക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു സംവിധാനം, അതായത് ചികിത്സ മുടങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള അത് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ പകർച്ചവ്യാധികളിൽ നോക്കിയാൽ ക്ഷയരോഗം വേറിട്ട് നിൽക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ചുരുങ്ങിയത് 6 മാസമെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി മരുന്ന് കഴിക്കേണ്ടതുണ്ട്. സാധാരണ നമ്മളൊരു ചുമയോ പനിയൊക്കെ വന്നാൽ ഒരാഴ്ച തന്നെ മരുന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു രോഗി എല്ലാ ദിവസവും 6 മാസം ചുരുങ്ങിയത് മരുന്ന് കഴിക്കേണ്ടത്. ഈ 6 മാസം എന്നുള്ളത് ചില ക്ഷയരോഗമൊക്കെ ആണെങ്കിൽ അത് 1.5 വർഷം വരെ നീളാം, ചിലപ്പോൾ 2 വർഷം വരെയൊക്കെ നീളുന്ന വളരെ വിരളമായ കേസുകളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ രോഗിക്ക് മാനസികമായിട്ടും മറ്റ് സാമൂഹികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും ഈ രോഗി ഇതിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കാനുമാണ് ഈ ഡോട്ട്സ് എന്നുള്ളൊരു പ്രക്രിയ കൊണ്ടുവന്നത്. ഇത് എല്ലാ ദിവസവും രോഗി മരുന്ന് കഴിച്ചില്ല എങ്കിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ എല്ലാ ദിവസവും കഴിച്ചില്ല എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്നുള്ള വേറിട്ട അണു ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതൽ. അതായത് മരുന്നിനോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥ വരും. അതെ 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 രോഗം. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡോട്ട്സിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഡോട്ട്സിന്റെ ഒരു സവിശേഷത അതാണ്. നമ്മൾ എല്ലാ ദിവസവും രോഗിയുടെ ഒപ്പം തന്നെ ഒരു രോഗിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരാൾ കൂടെ നിന്ന് മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളത് ഒന്ന് അസുഖം പെട്ടെന്ന് ഭേദമാകാനും നല്ലതാണ്, മാത്രമല്ല സമൂഹത്തിലേക്ക് അതൊരു സ്റ്റിഗ്മ കുറയ്ക്കാനും നല്ലതാണ്. സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ സഹായിക്കും. ഇപ്പോഴും ഡോട്ട്സ് രീതി തന്നെ നമ്മുടെ ചികിത്സാ രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പണ്ടത്തെ കാലം നോക്കിയാൽ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഒരു മാറ്റം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ക്ഷയരോഗത്തിന് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നുള്ളതാണ്. അപ്പൊ അതായത് ഒന്നിൽ കൂടുതൽ ആന്റിബയോട്ടിക്കുകളാണ് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ട് കൊടുക്കുന്നത് ചോദിച്ചാൽ രോഗാണു നേരത്തെ പറഞ്ഞ ഒരു ഭയങ്കര ശക്തിയേറിയ ഒരു വില്ലനാണ്. അപ്പൊ ചില രോഗാണു ചില സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കും, ചില രോഗാണു ആക്റ്റീവായിട്ടിരിക്കും, ചിലത് അത് നിർജീവമായിട്ടിരിക്കും, ചിലത് ആസിഡ് ഉള്ള എൻവയൺമെന്റിൽ നിൽക്കും, ചിലത് ബേസിക് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കും. അപ്പൊ എല്ലാ രോഗാണുവിനെയും ഒരുമിച്ച് ഒരേ രീതിയിൽ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ മരുന്നുകൾ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഓരോ മരുന്നിനും ഓരോ ടാബ്ലറ്റ് കഴിക്കണമായിരുന്നു. അതെ. അപ്പോൾ ഒരു ദിവസം നമ്മൾ സാധാരണ ഒരു ഗുളിക കഴിക്കാൻ തന്നെ നമ്മൾ കുറച്ചധികം വെള്ളം കുടിക്കും. ഇപ്പൊ 6-7 ഗുളിക ഒരു രോഗി കഴിക്കണമെങ്കിൽ ആ വെള്ളം കുടിച്ച് തന്നെ വയറ് നമ്മൾ ബുദ്ധിമുട്ടാവും. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ രോഗിയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിതിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ FDCകളായിട്ടാണ് മരുന്നുകൾ വരുന്നത്. ഒരു ഗുളിക തന്നെ 4 ഗുളികയുടെ അംശം കാണും, പക്ഷെ ഒറ്റ മരുന്നായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇത് രോഗിയുടെ വെയിറ്റ് അനുസരിച്ചിട്ട് 1-2 ഗുളികളായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ 6 മാസക്കാലം എല്ലാ ദിവസവും കഴിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അതൊരു മാർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടന്നു വരുന്നത്. അതായത് ഇപ്പോൾ ആ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിലാണ് നമുക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടാകും. ഇപ്പോൾ 6 മാസം കഴിച്ച് മാറ്റിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ മരുന്ന് മുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, രോഗി മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ മരുന്നിന് പ്രതികരിക്കാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുണം ചെയ്യാതിരിക്കുമ്പോൾ കൂടുതൽ വേറെ മരുന്നുകളും കൂടെ കഴിക്കേണ്ടി വരും, കൂടുതൽ സമയം ചികിത്സ എടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ഡ്രഗ് റെസിസ്റ്റന്റ് TB ആകുന്നത്. തീർച്ചയായിട്ടും. പലപ്പോഴും കാണുന്നത് ക്ഷയരോഗം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച മുതൽ 2 മാസത്തിനുള്ളിൽ തന്നെ അത് പകരുന്ന രീതിയിൽ അല്ലാതാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു രോഗി വളരെ അവശരായിട്ട നിലയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അവരെ നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് മെച്ചപ്പെടും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇവരിത് ഭേദമായി എന്നുള്ളൊരു മിഥ്യാധാരണയിൽ ആ മരുന്ന് അങ്ങ് നിർത്തും. അങ്ങനെ നിർത്തുമ്പോഴാണ് ഈ സാറ് പറഞ്ഞ പോലത്തെ ഇപ്പോൾ വേറെ ഒരു ഡ്രഗ് റെസിസ്റ്റന്റ് TBയോ അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷനുകളോ ചിലപ്പോൾ മരണത്തിൽ വരെയൊക്കെ ചെന്ന് എത്താറുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരാൾ ക്ഷയരോഗം ബാധിച്ച ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വീട്ടിലെ അംഗങ്ങളെയൊക്കെ പരിശോധിക്കാറുണ്ടോ? ക്ഷയരോഗിനെ 2-3 രീതികളിൽ നമുക്ക് കണ്ടെത്താം. ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന് തോന്നുന്നു എനിക്ക് ക്ഷയരോഗം ഉണ്ട് എന്ന് കരുതി ഇദ്ദേഹം ഒരു ആശുപത്രിയിൽ ചെല്ലുന്നു. അതായത് ഇപ്പൊ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, അതെ. അപ്പൊ ഇന്ന് അത്യാവശ്യം ഒരു അവബോധമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് തോന്നുകയാണ്, അദ്ദേഹത്തിന് കിട്ടുന്ന ബോധവൽക്കരണങ്ങളെല്ലാം വഴി അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് ക്ഷയരോഗം ഉണ്ട് എന്ന്. അദ്ദേഹം സ്വയം തോന്നിയിട്ട് ഒരു ആശുപത്രിയിൽ എത്തിയിട്ട് ക്ഷയരോഗത്തിന് വേണ്ടി പരിശോധന ആവശ്യപ്പെടുന്നു. അതിനെ നമ്മൾ ഒരു പാസീവ് കേസ് ഫൈൻഡിങ് എന്ന് പറയും. നമ്മൾ ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത്. രണ്ടാമതൊരു ഡിറ്റക്ഷൻ
സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രിയിൽ മറ്റൊരാവശ്യത്തിന് വേണ്ടി ചെല്ലുന്നു. ഉദാഹരണത്തിന് എനിക്ക് പ്രമേഹമുള്ളൊരു രോഗിയാണ്. അപ്പോൾ ഞാൻ പ്രമേഹത്തിന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ എന്നെ ക്ഷയരോഗത്തിന് വേണ്ടി ഒന്ന് പരിശോധിക്കും. അതിനെ നമ്മളൊരു ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് എന്ന് പറയും. ഇത് രണ്ടും അല്ലാതെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡിലിറങ്ങി വീടുകളിൽ ചെന്നിട്ട് ക്ഷയരോഗം തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി പരിശോധിക്കുന്ന ഒരു ആക്റ്റീവ് കേസ് ഫൈൻഡിങ് എന്നും കൂടിയുണ്ട്. ക്യാമ്പയിനുകളൊക്കെ നടത്തും. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ഈ രോഗാണു അല്ലെങ്കിൽ രോഗത്തെ കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ കണ്ടെത്തിയ ഒരാളെ നമുക്ക് ആദ്യം ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള ആരോഗ്യ പ്രവർത്തകർ ഒരു ഭവന സന്ദർശനം നടത്തും. ഭവന സന്ദർശനം നടത്തി ആ വീട്ടിലെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി, ഇദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി ഒന്ന് മനസ്സിലാക്കി, ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോട്ട് ചെയ്ത് മറ്റു വീട്ടിൽ ആരൊക്കെയുണ്ട്, കുട്ടികളുണ്ടോ മുതിർന്നവരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോരും. എന്നിട്ട് ചില മരുന്നുകൾ, ചില പരിശോധനകൾ കൂടെ നടത്തേണ്ടി വരും. ഉദാഹരണത്തിന് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. നമ്മുടെ കിഡ്നിയുടെയും കരളിന്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പരിശോധനകൾ ചെയ്യേണ്ടി വരും. HIV ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ആ പരിശോധന റിപ്പോർട്ടിന്റെ എത്രയും പെട്ടെന്ന് അത് കിട്ടി ലഭ്യമാക്കിയിട്ട് ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടറാണ് ഈ പറഞ്ഞ ക്ഷയരോഗത്തിനുള്ള ചികിത്സ തുടങ്ങുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഇവർക്ക് ചില ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലുകളും കൂടെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇവർക്ക് ചില സ്കീമുകളുണ്ട്, അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി, സാമ്പത്തിക സഹായത്തിനൊക്കെ വേണ്ടി. ഇതെല്ലാം നമ്മൾ ആദ്യത്തെ ഭവന സന്ദർശന വേളയിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഇതെല്ലാം തന്നെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭവന സന്ദർശനം നടത്താറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടികൾ ആ സമയത്തുണ്ട് എങ്കിൽ കുട്ടികൾക്ക് ഒരു രോഗ പ്രതിരോധ ചികിത്സ കൂടെ ഉണ്ട്. അത് കുട്ടികൾക്ക് മാത്രമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ബാക്കിയുള്ള മുതിർന്നവർക്കും ക്ഷയരോഗ പ്രതിരോധ ചികിത്സ ലഭ്യമാണ്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ സാമ്പത്തിക സഹായം പോലെയുള്ള കാര്യങ്ങൾ, അതായത് മരുന്ന് എവിടെ ചികിത്സിച്ചാലും, സർക്കാർ ആശുപത്രി ചികിത്സിച്ചാലും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചാലും ഇപ്പോൾ സർക്കാരിന്റെ നയം അനുസരിച്ചിട്ട് സൗജന്യമായിട്ട് മരുന്ന് ക്ഷയരോഗത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം സാമ്പത്തിക സഹായം, ഇപ്പോൾ ഒരാള് രോഗിയായി കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യമൊക്കെ കുറച്ച് തീവ്രമായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അല്ലേ? ഉണ്ട്. അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നടപടിക്രമം? സാമ്പത്തിക സഹായം നമ്മൾ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായമുണ്ട്. നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന റവന്യൂ വകുപ്പിൽ നിന്നുള്ളൊരു സാമ്പത്തിക സഹായമുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ഷയരോഗ ചികിത്സ സമയത്ത് പോഷകാഹാരത്തിന്റെ ഒരു സപ്പോർട്ട് വേണം. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മുടെ പോഷകാഹാരം നല്ലതാണ് എങ്കിൽ ഈ രോഗാണു എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. നമ്മുടെ കഫത്തിൽ നിന്ന് നമ്മുടെ മറ്റ് ശരീരദ്രാവങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ രോഗാണുവിടെ ഇല്ലായ്മ എത്രയും പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സക്സസ് റേറ്റ്, നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു രോഗിയെ മുക്തമാക്കാന്നുള്ളത് പെട്ടെന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോഷകാഹാരത്തിന് വേണ്ടിയുള്ള ഒരു പിന്തുണയ്ക്ക് വേണ്ടിയാണ് എല്ലാ മാസവും ഇപ്പോൾ 1000 രൂപ ചികിത്സാ കാലയളവിൽ പ്രതിമാസം കേന്ദ്ര സർക്കാരിന്റെ ഒരു വിഹിതമുണ്ട്. അത് ഇപ്പൊ നമുക്ക് 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത്. രോഗം കണ്ടെത്തുമ്പോൾ ഒരു 3 മാസത്തെ 3000 രൂപ അക്കൗണ്ടിൽ വരും. 6 മാസത്തിന് ശേഷം രോഗം മുക്തമാവുകയാണെങ്കിൽ ഒരു 3000 രൂപ കൂടെ ചെല്ലും. അങ്ങനെ ഒരു 6000 രൂപ ഒരു രോഗി കിട്ടും. അതുപോലെ കേരള സർക്കാരിന്റെ റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഈ നമ്മുടെ ഒരു വരുമാന പരിധിയൊക്കെ നോക്കി അതിന് താഴെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1000 രൂപ പ്രതിമാസമുള്ള ഒരു റവന്യൂയുടെ ഒരു സ്കീമും കൂടെ ഉണ്ട്. അപ്പൊ അതും പ്രതിമാസം 1000 രൂപ വെച്ച് കിട്ടും. അതെ കിട്ടും. പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് മുഖ്യമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പൊ പുതിയ ഒരു നമുക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പഞ്ചായത്ത് വകുപ്പിന്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ക്ഷയരോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ഫുഡ് കിറ്റ് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ട് നടപ്പാക്കലാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യ കിറ്റ്. അതെ. അപ്പൊ ഒരു 1500 രൂപ വരുന്ന ഒരു കിറ്റ് പഞ്ചായത്തിന് പ്രോജക്റ്റ് വെച്ചിട്ട് പഞ്ചായത്തിന്റെ കീഴിലുള്ള ക്ഷയരോഗികൾ കൊടുക്കാം എന്നുള്ള ഒരു ഉത്തരവും ഇതിന്റെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും നമുക്ക് രോഗിക്ക് സൗജന്യ മരുന്ന് കൊടുക്കുക, പോഷകാഹാരം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ക്ഷയരോഗത്തിനെ പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള വലിയ ഒരു തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ പഞ്ചായത്തുകളെ പൂർണ്ണമായിട്ടും ഓരോ പഞ്ചായത്തിനെ ക്ഷയരോഗമുക്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പോൾ TB ഫ്രീ പഞ്ചായത്ത് അല്ലെങ്കിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഇത് കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. ഇതിനകത്ത് നമ്മൾ പഞ്ചായത്തിൽ ഒരു ക്ഷയരോഗത്തിന്റെ ഒരു രോഗ ആതുരത എങ്ങനെയാണ്, നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് അസസ് ചെയ്യുന്നൊരു
പ്രക്രിയയാണ്. അതായത് രോഗികൾ എത്ര പേരുണ്ട്, ചികിത്സ കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊരു 6 ഇൻഡിക്കേറ്റർ ഉണ്ട്, സൂചനകൾ 6 സൂചകങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സൂചക നമുക്ക് ഒരു പഞ്ചായത്തിൽ എത്ര ക്ഷയരോഗത്തിന് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിൽ 30/1000 1000 ആൾക്കാരിൽ 30 എങ്കിലും കൂടുതൽ ക്ഷയരോഗ പരിശോധന ആ പഞ്ചായത്തിൽ നടത്തിയിരിക്കണം. ഉദാഹരണത്തിന് ഒരു 30,000 ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്താണെങ്കിൽ ആ ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു മിനിമം 900 എങ്കിലും TB പരിശോധനകൾ ആ പഞ്ചായത്തിൽ നടന്നിരിക്കണം. അതാണ് ഒന്നാമത്തെ സൂചന. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് എത്ര ക്ഷയരോഗികളെ കണ്ടെത്തി എന്നുള്ളതാണ്. ഈ പറഞ്ഞ 30,000 ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്തിന് ആ വർഷം പരമാവധി 30 പുതിയ ക്ഷയരോഗികളെ കണ്ടെത്തിയാലും ഇവർക്ക് ക്ഷയരോഗമുക്തമാകാം. മൂന്നാമത്തെ ഒരു സൂചന, ഇത് ഈ എല്ലാ ക്ഷയരോഗ പരിശോധനയും UDST അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധത്തിനുള്ള പരിശോധന, ക്ഷയരോഗ അണുവിന്റെ മരുന്നുകളുള്ള അതിന്റെ ഒരു പ്രതിരോധം അളക്കാനുള്ള പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മൈക്രോബയോളജിക്കലി കൺഫേംഡ് TB എന്ന് പറയും. അതായത് നമുക്ക് രോഗാണു ഉണ്ട് എന്ന് ഉറപ്പാകുന്ന ക്ഷയരോഗങ്ങൾ പരിശോധന വഴി നമുക്ക് തീർച്ചപ്പെടുത്തിയത്. അതെ, ഇവരെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ നാറ്റ് പരിശോധനകൾ വഴി ഏതെങ്കിലും നമ്മുടെ ഒന്നാം നിര ക്ഷയരോഗ മരുന്നുകൾക്കെതിരെയുള്ള പ്രതിരോധം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ സൂചിക. നാലാമത്തെ സൂചിക സക്സസ് റേറ്റ് ആണ്, ക്ഷയരോഗത്തിന്റെ വിജയ ശതമാനം. അത് മുക്തമാകുന്നത് അത് 85% കൂടുതലായിരിക്കണം. പിന്നെ അഞ്ചാമത്തെ ഒരു സൂചിക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വീഴുന്ന പൈസ, അത് ഒരു ഗഡുവെങ്കിലും എല്ലാ ക്ഷയരോഗികൾക്കും ഈ കിട്ടിയിരിക്കണം. ആറാമത്തെ ഒരു സൂചികയാണ് എല്ലാ ക്ഷയരോഗികൾക്കും ഒരു ഫുഡ് കിറ്റ് നമ്മൾ നൽകിയിരിക്കണം, ഭക്ഷ്യ കിറ്റ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് ഉത്തരവൊക്കെ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സമഗ്രമായ രീതിയിലാണ് ഓരോ പഞ്ചായത്തിനെയും ക്ഷയരോഗമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ വർഷം ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഇപ്പൊ 12 പഞ്ചായത്ത് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെ പറയാനാണെങ്കിൽ നമ്മൾ ആദ്യത്തെ വർഷം ഈ 6 സൂചികകളും നമ്മൾ കൈവരിക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ബ്രോൺസ് പ്രതിമ പിന്നെ ഒരു സർട്ടിഫിക്കറ്റും ഈ പഞ്ചായത്തിന് ലഭിക്കും. അടുത്ത വർഷവും ഇതേ പഞ്ചായത്ത് ഈ സൂചികളെല്ലാം തന്നെ നിലനിർത്തിയാൽ അവർക്കതൊരു സിൽവർ പ്രതിമ, മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രതിമയാണ് ലഭിക്കുക. മൂന്നാമത്തെ വർഷം ഇവരിത് നിലനിർത്തുകയാണെങ്കിൽ അവർക്കൊരു സ്വർണ്ണ പ്രതിമ മഹാത്മാഗാന്ധിയുടെ ലഭിക്കും. അത് 3 മെഡലുകൾ പോലെ. മഹാത്മാഗാന്ധി ക്ഷയരോഗ നിർമ്മാണത്തിന് ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ രാഷ്ട്രപിതാവിന്റെ ഓർമ്മയും കൂടെ നിലനിർത്തുക എന്നുള്ളതാണ്. 3 വർഷം നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇത് നിലനിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്ഷയരോഗം നമുക്ക് ശാസ്ത്രീയമായിട്ട് അവിടെ ഒരു ഇല്ലാതാക്കാം എന്നുള്ളൊരു ലോജിക്കിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ നിക്ഷയ മിത്ര പദ്ധതി എന്ന് പറയുന്ന വേറൊരു പദ്ധതിയും കൂടെ ഇതിന്റെ കൂടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നിക്ഷയ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹിന്ദി പദമാണ്. അതെ. അപ്പൊ നിക്ഷയ് മിത്രവും ഒരു ഹിന്ദി. അപ്പോൾ ഈ സമൂഹത്തിലുള്ള ഒരു സ്റ്റിഗ്മ, ഒരു വേർതിരിവ് ഇല്ലാതാക്കാനും ക്ഷയരോഗികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവർക്കൊരു മാനസിക, സാമ്പത്തിക, സാമൂഹിക പിന്തുണ നൽകാനുമുള്ള ഒരു പദ്ധതിയാണ് നിക്ഷയ് മിത്ര. ഇപ്പൊ ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും നിക്ഷയ് മിത്രയാകാം. ഇപ്പൊ ഗവൺമെന്റിന് ഒരു ഏജൻസിക്കാകാം, ഒരു NGOയ്ക്കാകാം, ഒരു വകുപ്പിന്, ഒരു വ്യക്തിക്കാകാം, ആർക്ക് വേണമെങ്കിലും ഒരു നിക്ഷയ് മിത്രയാകാം. ഇതിനു വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറുള്ള ആർക്ക് വേണമെങ്കിലും. അതെ, ഇപ്പൊ പലപ്പോഴും ഇവര് ഈ നമ്മുടെ ക്ഷയരോഗികൾക്ക് ആവശ്യമായ ഒരു പോഷകാഹാര വിതരണമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷനോ ചികിത്സയിലേക്ക് പോകാനുള്ള ഒരു യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് ഒരു സഹായം കൊടുക്കുന്ന ആരെയും നമ്മൾ നിക്ഷയ് മിത്രയായിട്ട് അംഗീകരിക്കുന്നതാണ്. അപ്പൊ ഇവരെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നിക്ഷയ് എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതാണ്. ഡോക്ടർ, രോഗത്തിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട്ടില് ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ഈ ക്ഷയരോഗത്തിന്റെ അണുക്കളെ വഹിക്കുന്നവരാണ്. അപ്പൊ ഒരു നിഷ്ക്രിയമായിട്ടുള്ള അണു നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, അങ്ങനെ ഈ ഞാൻ അണുവിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ എപ്പോ വേണമെങ്കിലും എനിക്ക് രോഗം വരാമല്ലോ, അപ്പൊ അതിന് എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെയാണ്, ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറുന്നു. അപ്പൊ ഇത് വായു വഴി പകരുന്ന രോഗമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ തന്നെ ശ്വാസകോശ ക്ഷയരോഗമുണ്ട്, ശ്വാസകോശേതര ക്ഷയരോഗമുണ്ട്. എല്ലാ രോഗാണുവും നമ്മുടെ ശ്വാസകോശത്തിലാണ് ആദ്യം വരുന്നത്. അവിടുന്ന് നമ്മുടെ രക്തയോട്ടം വഴിയാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയി അത് അവിടെ ഇരുന്ന് വേറെ ഒരു ശ്വാസകോശേതര ക്ഷയരോഗമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു രോഗാണു
നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അത് ഒരു 15% സാധ്യതയുള്ള ഒരു ക്ഷയരോഗമായി മാറാൻ. ബാക്കിയുള്ള സാധ്യതകളെല്ലാം തന്നെ നിഷ്ക്രിയമായിട്ടിരിക്കുന്ന രോഗാണുക്കളായിരിക്കും. ഇങ്ങനെയുള്ള രോഗാണു എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ആക്റ്റീവായിട്ട് ക്ഷയരോഗമായിട്ട് മാറാം. അത് എപ്പോൾ മാറുമെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ വ്യക്തിയുടെ ഒരു പ്രതിരോധ ശേഷി കുറയുന്ന വേളകളിൽ, അതല്ലെങ്കിൽ ഈ ക്ഷയരോഗ അണുവിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ച് അത് കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്ന സമയത്തും ഇതിനെ പെട്ടെന്ന് ക്ഷയരോഗമായിട്ട് മാറാം. മ്യൂട്ടേഷനൊക്കെ വന്ന് മാറാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മൾ ലേറ്റന്റ് TB അല്ലെങ്കിൽ നിഷ്ക്രിയ TB എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് നേരത്തെ കലകൂട്ടി കണ്ടെത്തി അവർക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രതിരോധ മരുന്ന് ഇവർക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള രക്തപരിശോധനയും തൊലിപ്പുറത്തുള്ള പരിശോധനയും എല്ലാം ഇപ്പോൾ നിലവിലുള്ളത്. മാൻഡോ പണ്ടത്തെ ഒരു ടെസ്റ്റായിരുന്നു. ഇപ്പോൾ ഒരു സൈറ്റ് TB എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട്. അതിപ്പോൾ റോളൗട്ട് ആവുന്നേ ഉള്ളൂ. ഈ വർഷം തന്നെ അത് തുടങ്ങും. അതുകൊണ്ട് പിന്നെ രക്തം നോക്കുന്ന ഒരു IGRA എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിശോധനയുണ്ട്. അപ്പോൾ ഈ ഒളിഞ്ഞു കിടക്കുന്ന രോഗാണുവിൻ്റെ ഒരു ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയും. അതിനകത്ത് വരുന്ന ഒരു സാധനമാണ് നമ്മൾ ബ്ലഡ് വഴി IGRA ടെസ്റ്റ് പിക്ക് ചെയ്യുന്നത്. ഇതേ സാധനം നമ്മൾ തൊലിപ്പുറത്ത് പിക്ക് ചെയ്യുന്നതാണ് സൈറ്റ് TB. അപ്പോൾ ഈ രണ്ട് പരിശോധനകളൊക്കെ വഴി നമുക്ക് നിഷ്ക്രിയമായിട്ടുള്ള ക്ഷയരോഗ വാഹകരെ കണ്ടെത്താനും അവർക്കുള്ള മരുന്നുകൾ കൊടുക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതിനാണ് നമ്മൾ TB പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അത് നമ്മൾ ആഴ്ചയിൽ ചിലപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ വെച്ചിട്ട് 3 മാസം തുടങ്ങി 6 മാസം വരെയൊക്കെ മരുന്ന് കഴിക്കാൻ ഉള്ള ഒരു, അതും ഇത്രയും കാലയളവ് നമ്മൾ കഴിക്കേണ്ടി വരും. കഴിച്ചാലേ നമുക്ക് മുക്തമാക്കാൻ പറ്റും. അതെ. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, നമുക്ക് മറ്റ് പല സൂചികകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മുന്നിലാണ്. പക്ഷെ ഒരു സൂചികയിൽ നമ്മൾ കേരളം കുറച്ച് പിന്നിലാണ്. അത് മരണനിരക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു 5-6% മരണനിരക്ക് ഉള്ളപ്പോൾ കേരളത്തിൽ ഇടയ്ക്ക് അത് 10 വരെയൊക്കെ വന്നിരുന്നു. ക്ഷയരോഗം കൊണ്ട് മരിക്കുന്നത്. അതെ. അപ്പോൾ 100 പേര് വന്നാൽ അതിനകത്ത് 7-8 പേര് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്ര ആരോഗ്യപരമായിട്ട് മുന്നേറി എന്ന് അവകാശപ്പെടുമ്പോഴും ക്ഷയരോഗ മരണനിരക്ക് കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അലട്ടുന്ന ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയേണ്ട കാര്യം, ഒന്ന്, ഈ എത്രയും നേരത്തെ ക്ഷയരോഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ക്ഷയരോഗം എത്രമാത്രം നേരത്തെ കണ്ടെത്തിയാൽ അതിനകത്തുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്ത് ഈ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ വരും. അതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഡയബറ്റീസ് പോലെയുള്ള, പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ ഒരുപാടുണ്ട്. പ്രമേഹമുള്ള ആൾക്കാരെല്ലാം തന്നെ ക്ഷയരോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രതിരോധ ശേഷി കുറയാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആംഗിളിൽ നമുക്ക് കുറച്ചുകൂടെ പൊതുജന പങ്കാളിത്തം, ക്ഷയരോഗം എന്നുള്ളൊരു അസുഖം ഉണ്ട് എന്നും അതിനെ നേരത്തെ കണ്ടെത്തിയാൽ യാതൊരുവിധ കുഴപ്പമില്ലാതെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കി തിരിച്ച് ഊർജ്ജസ്വലനോടെ തിരിച്ചു വരാമെന്നുള്ള ഒരു സന്ദേശം പോകാനുണ്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമുക്ക് 100 ദിന കർമ്മ പരിപാടി ഉണ്ടായിരുന്നത്. അതും കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോഗ്രാമായിരുന്നു, 100 Day TB പ്രോഗ്രാം എന്ന് പറയുന്നത്. ഡിസംബർ 7 മുതൽ മാർച്ച് 17 വരെയുള്ള 100 ദിവസമാണ് തെരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒരു ഊർജ്ജസ്വലമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു സാധനം, നമ്മുടെ എല്ലാ പ്രദേശത്തും TB ക്ഷയരോഗം വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. വൾണറബിലിറ്റി ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡ് അടിസ്ഥാനത്തിൽ ആ വാർഡിൽ എത്ര ആൾക്കാർക്ക് ക്ഷയരോഗം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ആ പ്രദേശത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി തയ്യാറാക്കി വെക്കുന്നു. ഈ ലിസ്റ്റിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഈ 100 ദിവസം കൊണ്ട് ക്ഷയരോഗ പരിശോധന ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു അജണ്ട. അങ്ങനെ നമ്മൾ ഉറപ്പാക്കി പരിശോധിച്ച് നോക്കുമ്പോഴും ഈ 100 ദിവസം കൊണ്ട് എത്രമാത്രം ആൾക്കാരെ കണ്ടെത്തി എന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ക്രമാതീതമായ ഒരു ഉയർച്ച ഇല്ല. പക്ഷെ നമ്മൾ ഈ കാലയളവിൽ പരിശോധനകൾ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്കൊരു പരിധി കൂടുതൽ രോഗികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലൊരു സൂചനയാണ്. നമ്മുടെ നാട്ടിൽ അത്രമാത്രം ക്ഷയരോഗം ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു കണക്ക് വെച്ച് പറയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഈ മരണനിരക്ക് നമുക്കൊരു വെല്ലുവിളിയാണ്. ഏതായാലും ജനങ്ങളുടെ പങ്കാളിത്തം ഈ രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ രോഗത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കുന്നതിന് തീർച്ചയായിട്ടും വേണം. അതായത് രോഗമുണ്ട് എങ്കിൽ അതിന് ചികിത്സ എടുക്കുക. അത് കൃത്യമായിട്ടൊരു ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളിലേക്ക്, അവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ മറ്റൊരാൾക്കോ ഇത് പകരാതിരിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ രോഗികളുടെ എണ്ണം വളരുന്നത് തടയാൻ നമുക്ക് സാധിക്കും. ഇതിന്റെ കൂടെ നമുക്ക് ഈ പൊതു പങ്കാളിത്തത്തിനുപരി സ്വകാര്യ മേഖലകളുടെ ഒരു പങ്കാളിത്തം നമുക്കിപ്പോൾ ഉണ്ട്. സ്റ്റെപ്പ് സെൻട്രൽ എന്ന് പറയും, സിസ്റ്റം ഫോർ ട്യൂബർക്ലോസിസ്
എലിമിനേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടർ. അങ്ങനെ സ്വകാര്യ മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ CSR ഫണ്ടുകൾ പല ഏജൻസികളും, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അവർ എറണാകുളത്തും വയനാടും ഒരുപാട് ഇതിനുവേണ്ടി ക്ഷയരോഗ പദ്ധതികൾക്ക് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. SBI ഈ ഫുഡ് കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു. റോട്ടറി ലയൻസ് പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടിയുള്ള ഒരു പിന്തുണ നൽകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പങ്കാളിത്തവും, ഇതുകൂടാതെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവരുടെ LSCയുടെ ഒരു വലിയൊരു പങ്കാളിത്തവും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പൊക്കെ ആയിട്ട് നമ്മൾ ചേർന്നിട്ട് കുട്ടികൾക്കും ടീച്ചർമാർക്കും എല്ലാം ക്ഷയരോഗത്തിനെ പറ്റി നിരന്തരം ഇങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സുകളും കൊടുത്തു വരികയാണ്. അപ്പോൾ എല്ലാവരും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഊർജ്ജസ്വലമായിട്ട് വന്നാൽ മതി. ക്ഷയരോഗത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും അതിൽ നേരത്തെ പറഞ്ഞ പോലെ രോഗമുള്ളവരും അവരുടെ ബന്ധുക്കളും ബാക്കി ജനങ്ങളും എല്ലാവരും സഹകരിച്ചാലേ അത് വിജയപ്രദമാവുകയുള്ളൂ. ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒരു വശത്ത് നിന്ന് പ്രവർത്തിച്ചാലും മറുവശത്ത് ഇവരുടെ കൂടെ സഹകരണം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. അതിനുള്ള ശ്രമങ്ങൾ അവരവർ തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ തരുണത്തിൽ പറയുന്നത്. ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ സന്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ്. അത് പ്രതിബദ്ധത, നിക്ഷേപം, വാതിൽപ്പടി സേവനം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മലയാള പരിഭാഷ. അതാണ് നമ്മുടെ ഈ മാർച്ച് 24 നമ്മുടെ ഈ ദേശീയ അല്ലെങ്കിൽ ലോക ക്ഷയരോഗ ദിനത്തിന്റെ ഒരു മെസ്സേജ്. നമ്മൾ ഈ ക്ഷയരോഗത്തിന് വേണ്ടി നമ്മൾ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുക. അതെ 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 അതിനുവേണ്ടി നമ്മൾ നിക്ഷേപിക്കുക അല്ലെങ്കിൽ വാതിൽപ്പടി സേവനങ്ങൾ കൊടുക്കുക. നമ്മൾ മാക്സിമം അതിനകത്ത് ഇൻവോൾവ് ആയി ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിജയങ്ങളും ഈ ക്ഷയരോഗ മുക്തമാക്കുന്നതിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം നിർത്താം. വളരെ നല്ല വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടറിന് നന്ദി. താങ്ക് യു. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്ത് മോഹനുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്. FM ഹെൽത്ത് ലൈൻ.